നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 22 ക്യാരറ്റ് സ്വർണം ഒരു പവന് 1.25 ലക്ഷം രൂപ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആകും. ഇപ്പോൾ ഏകദേശം 1 ലക്ഷത്തിന് അടുപ്പിച്ചായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ 22 ക്യാരറ്റ് സ്വർണത്തിൻ്റെ വ്യാപാരം നടക്കുന്നത് $4,200 $4,257 ഇടയിലാണ്. ഒരു ഔൺസിന് 22 ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില. അത് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഏറ്റവും ഒടുവിൽ നോക്കുമ്പോൾ $4,255 ഒരു ഔൺസിന്. ഒരു ഔൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28.35 ഗ്രാമാണ്. അപ്പോൾ അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ പറയുന്നത് ഇതാണ്, ഡോളറിൻ്റെ വില ഇടിയുന്നുണ്ടോ, ഇത് അതൊക്കെ പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ പറയുന്നത് ഇതാണ്, ലോകത്തിലെ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണ്ണമായും 100% തകർന്നിരിക്കുന്നു. അത് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ സമ്പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. മലയാളികൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. എന്തായാലും ഞങ്ങളുടെ ചാനലിൽ പറയാറുണ്ട്, ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുടെയും മൊത്തം കടം 30,000 ലക്ഷം കോടി രൂപ കവിഞ്ഞിരിക്കുന്നു. ഇവരുടെ GDP ഏകദേശം 10,000 ലക്ഷം കോടി മാത്രമാണ്. അതായത് 1 കോടി ആസ്തിയുള്ള ഒരാൾക്ക് 3 കോടി രൂപയുടെ കടം ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും? അതാണ് ലോകത്തിൻ്റെ മനുഷ്യവംശത്തിൻ്റെ സ്ഥിതി. ഇതൊന്നും മലയാളികൾ ചർച്ച ചെയ്യുന്നുമില്ല, അറിയുന്നുമില്ല. പക്ഷെ താമസിയാതെ അറിയും. അത് ഇരിക്കാൻ യാതൊരു വഴിയുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിന് ചുറ്റും മതിൽ കെട്ടിയിട്ട് ഒന്നുമില്ല. ലോകത്തിൻ്റെ തകർച്ച ഇഞ്ചിഞ്ചായിട്ട് അടിവെച്ച് ഓരോ മലയാളികളെയും ബാധിച്ചു കഴിഞ്ഞു. അത് അവരറിയുന്നില്ല, അത് അംഗീകരിക്കുന്നുമില്ല. അതായത് കേരളത്തിലെ ഔദ്യോഗിക വിവരം അനുസരിച്ച്, ഔദ്യോഗിക കണക്കനുസരിച്ച് 65% മലയാളി കുടുംബങ്ങളും കടക്കണിയിലായി കഴിഞ്ഞു. ഇത് ഔദ്യോഗിക കണക്കാണ്, നബാർഡിൻ്റെ കണക്കാണ്. പക്ഷേ ഇത് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും സഹകരണ ബാങ്കുകളിൽ നിന്നും കടം എടുത്തവരുടെ മാത്രം കണക്കാണ്. ഇത് ഔദ്യോഗിക കണക്ക്. ബ്ലേഡുകാരുടെ കയ്യിൽ നിന്ന് കടമെടുത്ത മലയാളികളുടെ കണക്കും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ഭീകരമാണ് സംഭവം. 90%-ലധികം മലയാളി കുടുംബങ്ങളും കടക്കെണിയിലായി കഴിഞ്ഞു. കേരള ഗവൺമെൻറ് കടക്കെണിയിലായത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും വീണ്ടും കടമെടുത്ത് പിണറായി വിജയൻ ഗവൺമെൻറ് കടമെടുത്താണ് ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് കേരളം ഇങ്ങനെ ഓടിപ്പോകുന്നത്. ഇപ്പം കഴിഞ്ഞ വേറൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു, ലോകത്ത് 193 രാജ്യങ്ങളുള്ളതിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 45 രാജ്യങ്ങളുടെ മാത്രം വിവരം ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഗൂഗിളിലും മറ്റേ യൂട്യൂബിലുമൊക്കെ. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത 45 രാജ്യങ്ങളിലും കലാപങ്ങൾ നടക്കുകയാണ്. അതൊന്നും മലയാള പത്രങ്ങളോ മലയാള TV ചാനലുകളോ ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രബുദ്ധരായ മലയാളികൾ ഇതൊന്നും തന്നെ അറിയാതെ ഇങ്ങനെ പോവുകയാണ്. പ്രബുദ്ധത കൂടിപ്പോയി. അതുകൊണ്ട് ലോകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും പാവം പിടിച്ച മലയാളി അറിയുന്നില്ല. പക്ഷെ അറിയാതിരിക്കാൻ യാതൊരു വഴിയുമില്ല. നമുക്ക് കേരളത്തിന് ചുറ്റും വലിയ മതിൽക്കെട്ടൊന്നുമില്ല. ലോകത്തിൽ എവിടെയും വീശുന്ന കലാപങ്ങളുടെ കാറ്റ് കേരളത്തിലും വീശിയടിക്കും. അത് ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിന്
കടം കിട്ടാത്ത അവസ്ഥ വരുമോ വരത്തില്ലയോ എന്നൊന്നും ഇവിടുത്തെ ഒരു മലയാളിയും ചിന്തിച്ചിട്ട് പോലുമില്ല. ഓക്കെ, എന്തായാലും ആ വിഷയത്തിൽ ഞാൻ കൂടുതൽ സംസാരിക്കില്ല. കാര്യം മറ്റൊരു വീഡിയോ കാര്യമായിട്ട് ഇട്ടിട്ടുണ്ട്. 45 രാജ്യങ്ങളിൽ കലാപങ്ങൾ കത്തിപ്പടരുന്നു. അത് കാണാൻ ശ്രമിക്കാം. ഓക്കെ, എന്തായാലും ഡോളർ കുത്തനെ ഇടിഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നോക്കുമ്പോൾ രൂപയുമായിട്ട് ഡോളറിൻ്റെ വില 87 രൂപ 94 പൈസയാണ്. ഇന്ന് രാവിലെയൊക്കെ 87 രൂപ 62 പൈസ വരെ ഡോളറിൻ്റെ വില ഇടിഞ്ഞിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഈ സിസ്റ്റം, കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണ്ണമായിട്ട് തകർന്ന് തരിപ്പണമായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സുരക്ഷിത നിക്ഷേപം എന്നുള്ള താൽക്കാലിക ഭ്രമത്തിൻ്റെ പേരിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത്. നമ്മുടെ ഇവിടുത്തെ വലിയ കോടീശ്വരന്മാരെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ വാങ്ങുന്നതല്ല. 10ഉം 15ഉം പവൻ വാങ്ങുന്നതുകൊണ്ടല്ല ഇതിൻ്റെ വില കയറുന്നത്. മറിച്ച് രാജ്യങ്ങളും ബാങ്കുകളും പിന്നെ നിക്ഷേപകർ, ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്. അവരെയൊന്നും നമുക്ക് അറിയത്തില്ല, മലയാളിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഒരു വിഭാഗം ഉണ്ടെന്ന് പോലും ഇപ്പോൾ ഞാൻ പറയുമ്പോഴായിരിക്കും നിങ്ങളൊക്കെ അറിയുന്നത്. അത്ര ലോകപരിചയവും സാമൂഹ്യ ബോധവും രാഷ്ട്രീയ പ്രബുദ്ധതയൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ മലയാളികൾ. അത് തർക്കിക്കുന്നില്ല. എന്തായാലും ഡോളറിൻ്റെ വില ഈ യൂറോപ്യൻ കൺട്രീസുമായിട്ടുള്ള കറൻസി, അവിടുത്തെ കറൻസിയുമായിട്ടുള്ള വിനിമയ നിരക്ക് കിടക്കുന്നത് 98.42, അതിനും 98.70 ഇടയിലാണ് വ്യാപാരം നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ നോക്കുമ്പോൾ 98.60 ഡോളർ ഇൻഡെക്സ്. പിന്നെ തീർച്ചയായിട്ടും ഓഹരി വിപണിയൊക്കെ വെച്ച് കത്തി കയറുകയാണ്. പ്രത്യേകിച്ച് ഈ ഡോളറിൻ്റെ വില ഇടിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയുടെ നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ ഏകദേശം 1% വരെ ഉയർന്നു. പക്ഷേ സംഭവം ഇതാണ്, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണത്തിൻ്റെ വില യാതൊരു നിവൃത്തിയില്ലാത്ത രീതിയിൽ, യാതൊരു കൺട്രോളും ഇല്ലാതെ അനിയന്ത്രിതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് താമസിയാതെ ചിലപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്വർണത്തിൻ്റെ വില, 22 കാരറ്റ് സ്വർണത്തിൻ്റെ വില പവന് 1.25 ലക്ഷം രൂപ വരെ ആവാനുള്ള സാധ്യതയാണ് ഞങ്ങൾ പറയുന്നത്. എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. മറ്റ് വീഡിയോകളും ദയവായി ഞങ്ങളുടെ ചാനലിൽ നിന്ന് കാണുക. കാരണം അതൊന്നും തന്നെ ഞങ്ങൾ ഇന്ന് അല്പം മുമ്പ്, ഏകദേശം 1 മണിക്കൂർ മുമ്പ് ഇട്ട ഒരു വീഡിയോ, മലയാളി ഇതറിഞ്ഞില്ല എന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭീതിജനകമാണ്, ഭയാനകമായ കാര്യങ്ങളാണ്. അതിലും വലിയ ഭയാനകമായ കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ മലയാളി ഇതൊന്നും അറിയുന്നില്ല. മലയാള പത്രങ്ങളോ മലയാള TV ചാനലുകളോ ഇതൊന്നും തന്നെ മലയാളികൾക്ക് അച്ചടിച്ച് വിതരണം ചെയ്ത് അതുപോലെ തന്നെ പ്രദർശിപ്പിക്കുന്നതൊന്നുമില്ല. എന്തായാലും ലോകത്തിലെ ഈ സമ്പദ് വ്യവസ്ഥ സമ്പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ കറൻസി ബേസ്ഡ് സിസ്റ്റം ഞങ്ങൾ പറയാറുണ്ട്, അത് അശാസ്ത്രീയമാണ്, 100% അശാസ്ത്രീയമാണ്. അതുകൊണ്ടാണല്ലോ ഏകദേശം 5000 കൊല്ലത്തിന് മുമ്പ് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ട ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം 5000 കൊല്ലമായിട്ട് നിലനിൽക്കുന്നു. ഈ 5000 കൊല്ലത്തിലും ഏകദേശം പകുതിയിലധികം ജനങ്ങളും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്നു. അതൊന്നും തന്നെ മലയാളിക്ക് ചർച്ചാ വിഷയമല്ല. എന്തായാലും ഞങ്ങളുടെ കടമ നിർവഹിക്കുന്നു. ഇത് എത്ര പേര് കാണുന്നു കാണാതിരിക്കുന്നു എന്നും നോക്കുന്നില്ല. ഞങ്ങളുടെ കടമ നിർവഹിക്കുന്നു. എനിവേ, ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, ശുഭദിനം.